പുണർദം നക്ഷത്രക്കാർക്ക് 2026-ൽ പൊതുവെ ഗുണകരമായ ഒരു വർഷമാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാഴത്തിന്റെ ഗുരു അനുകൂല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള വിശദമായ മറുപടി താഴെ നൽകുന്നു. 1. ഈ വർഷം എങ്ങനെ? ഭാഗ്യം എപ്പോൾ തെളിയും? പുണർദം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ വ്യാഴം ഗുരു ആണ്. 2026-ൽ വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകത്തിൽ സഞ്ചരിക്കുന്ന സമയം വർഷത്തിന്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഭാഗ്യം വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. പ്രത്യേകത: പുതിയ ജോലി, വീട് പണി പൂർത്തിയാകുക, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കുക എന്നിവ ഈ വർഷം സംഭവിക്കാം. 2. ധനയോഗം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയാണ് കാണുന്നത്. എങ്കിലും വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ വരാതെ നോക്കണം. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ഗുണങ്ങൾ ലഭിക്കാൻ ഈ വർഷം യോഗമുണ്ട്. 3. ബാധദോഷം പരിഹാരങ്ങൾ ശാരീരികമായ തളർച്ചയോ അകാരണമായ ഭയമോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഗ്രഹനിലയിലെ ദോഷങ്ങൾ കൊണ്ടാകാം. പരിഹാരം: ശനിയാഴ്ചകളിൽ നീരാജനം വഴിപാട് നടത്തുന്നത് ശനിദോഷ ശമനത്തിന് സഹായിക്കും. വീട്ടിൽ പതിവായി സന്ധ്യാസമയത്ത് നാമജപം നടത്തുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റാൻ സഹായിക്കും. 4. ഇഷ്ടദൈവം പുണർദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ മഹാവിഷ്ണുവാണ് പ്രധാന ആരാധനാമൂർത്തി. കൂടാതെ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നത് അതീവ ഗുണകരമാണ്. 5. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ ശ്രീരാമക്ഷേത്രങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം പോലുള്ള പ്രധാന രാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രം പുണർദം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉചിതമായ പ്രധാന ക്ഷേത്രമാണിത്. 6. ജപിക്കേണ്ട മന്ത്രങ്ങൾ ദിവസവും കുളിച്ച് ശുദ്ധിയായി താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണുമന്ത്രം: ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ. ശ്രീരാമമന്ത്രം: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. വ്യാഴത്തിന്റെ മന്ത്രം. നക്ഷത്രാധിപൻ ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിറം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. ദിവസം വ്യാഴാഴ്ചകൾ വ്രതം നോൽക്കുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും കരിയറിലും ജീവിതത്തിലും വലിയ പുരോഗതി നൽകും. വ്യക്തിപരമായ ജാതകമനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. എങ്കിലും പൊതുവായ നിലയിൽ പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം നേട്ടങ്ങളുടേതാണ്. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾക്കായി നിങ്ങളുടെ ജന്മപത്രിക ഒരു ജ്യോത്സ്യനെ കാണിക്കുന്നത് നന്നായിരിക്കും. പുണർദം നക്ഷത്രക്കാരുടെ വിവാഹജീവിതത്തെക്കുറിച്ചും 2026-ലെ വിവാഹ സാധ്യതകളെക്കുറിച്ചും താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. വിവാഹജീവിതത്തിലെ പൊതുവായ സ്വഭാവം പുണർദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴം ഗുരു ആയതിനാൽ ഈ നക്ഷത്രക്കാർ പൊതുവെ കുടുംബസ്നേഹമുള്ളവരും സമാധാനപ്രിയരുമായിരിക്കും. ക്ഷമ പങ്കാളിയോട് വളരെ ക്ഷമയോടെ പെരുമാറുന്നവരാണിവർ. വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറാകും. വിശ്വസ്തത ദാമ്പത്യജീവിതത്തിൽ വലിയ മൂല്യങ്ങൾ പുലർത്തുന്നവരും പങ്കാളിയോട് അങ്ങേയറ്റം വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കും. കുടുംബം സ്വന്തം വീടിനോടും മാതാപിതാക്കളോടും ഇവർക്ക് വലിയ അടുപ്പമുണ്ടാകും. 2. 2026-ലെ വിവാഹസാധ്യതകൾ 2026 പുണർദം നക്ഷത്രക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ വളരെ അനുകൂലമായ വർഷമാണ്. ഗുരുബലം വ്യാഴം ഗുരു അനുകൂലഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദീർഘനാളായി മുടങ്ങിക്കിടന്ന വിവാഹാലോചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഉത്തമ സമയം 2026-ന്റെ രണ്ടാം പകുതി ജൂൺ മാസത്തിനുശേഷം വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പ്രണയവിവാഹം പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ ഈ വർഷം വഴിതെളിക്കും. 3. അനുയോജ്യമായ നക്ഷത്രങ്ങൾ പൊരുത്തം വിവാഹത്തിനായി ആലോചിക്കുമ്പോൾ താഴെ പറയുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിന് പൊതുവെ ഗുണകരമായി വരാറുണ്ട്. ഏറ്റവും അനുയോജ്യമായവ പൂയം ആയില്യം ചോതി വിശാഖം അനിഴം. മിതമായ പൊരുത്തം ഉത്രം അത്തം ചിത്തിര കേട്ട. ശ്രദ്ധിക്കേണ്ടവ: ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുമായി പൊരുത്തം കുറയാൻ സാധ്യതയുള്ളതിനാൽ ജാതകം കൃത്യമായി പരിശോധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ.